ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്ന് നടന്ന പരീക്ഷയുടെ 51 മുതൽ 80 വരെയുള്ള ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും മലയാളത്തിൻ്റെയും ആൻസറാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് സി ആണ്. ക്വസ്റ്റ്യൻ കോഡിൽ 51 മുതൽ 60 പേര് മാത്സും 61 മുതൽ 70 പേര് ഇംഗ്ലീഷും അതിനുശേഷം മലയാളവുമാണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ ഒന്ന് കണ്ണോടിക്കാം. 51ാമത്തെ ചോദ്യം 10⁻x × 4/5⁻x = 2⁻x എന്ന് പറയുന്ന ആ ക്വസ്റ്റ്യനാണ്. അപ്പോൾ 51ാമത്തിൻ്റെ ആൻസർ ഡി ആണ്. 51 ആൻസർ ഡി ആണ്. 52ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 455 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിൻ്റെ 91% ആകെ മാർക്ക് എത്ര എന്നാണ്. 52ാമത്തെ ആൻസർ 500 ബി ആണ് ആൻസർ. 53ാമത്തെ ചിഹ്നങ്ങളാണ്. ആ ചിഹ്നങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ബി ആണ്. 53 ബി ആണ്. 54ാമത്തത് ഒരു പ്രത്യേക കോഡ് പ്രകാരം ക്യാറ്റ് എന്നത് 9ഉം ഡിയർ എന്നത് 11ഉമായാൽ എലഫൻ്റ് എന്നത് എങ്ങനെ രേഖപ്പെടുത്തുമെന്നാണ്. അപ്പോൾ 54ാമത്തെ ഓപ്ഷൻ എ ആണ്. 10 ആൻസർ. 54 എ ആണ്. 55 2018 ജനുവരി 1 തിങ്കളായാൽ 2022 ജനുവരി ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. 55 സി ആണ്. 56ാമത്തത് വിട്ടുപോയത് കണ്ടെത്താനാണ്. 3, 7, 16, 35, 44. അപ്പോൾ 56ൻ്റെ അടുത്ത ആൻസർ എന്ന് പറയുന്നത് എ ആണ്. 56 എ ആണ്. 57ാമത്തെ ചോദ്യം ആൻസർ 1, 1+2, 1+3, 5 എന്ന് പോകുന്ന ആ ഒരു പദങ്ങൾ കാണാനാണ്. 57 ആൻസർ ബി ആണ്. 57ൻ്റെ ഉത്തരം ബി ആണ്. 58 ഒരാൾ 1 ഡസൻ ബാഗുകൾ 4,920 രൂപയ്ക്ക് വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. 15% ലാഭം അയാൾക്ക് കിട്ടണമെങ്കിൽ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണമെന്നാണ്. 58 ബി ആണ് ആൻസർ. 58 ബി ആണ്. 59 സാമാന്തരികത്തിൻ്റെയാണ്. എൻ്റെ ആൻസർ എനിക്ക് കിട്ടിയില്ല. 60ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ബി ആണ്. 60 ബി ആണ്. അപ്പോൾ ഇതാണ് ചോദ്യം. 51 ഡി ആണ്. 52 ബി, 53 ബി, 54 എ, 55 സി, 56 എ, 57 ബി, 58 ബി, 60 ബി ആണ്. ഇതാണ് മാത്സുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ. ഇനി നമുക്ക് 61 മുതൽ 70 വരെയുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടതാണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 61ാമത്തത് നൺ ഓഫ് us പ്ലേഡ് ദ ഗെയിം വെൽ എന്നാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഡിഡ് വി എന്നാണ്. 61 ആൻസർ ഡി ആണ്. 62ാമത്തെ ചോദ്യം ഇഫ് യു ഹാഡ് റീച്ച്ഡ് ദ വെന്യൂ അറ്റ് ദ റൈറ്റ് ടൈം യു വുഡ് ഹാവ് മെറ്റ് ദ ചീഫ് ഗസ്റ്റ് എന്നാണ്. വുഡ് ഹാവ് മെറ്റ് അല്ലെങ്കിൽ കുഡ് ഹാവ് മെറ്റ് എന്നാണ്. അപ്പോൾ എ ആണ് ആൻസർ. 62 എ ആണ്. 63ാമത്തെ റിപ്പോർട്ടർ സ്പീച്ചിനെ ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുമ്പോഴത്തേക്ക് ഹി ആസ്ക്ഡ് വെദർ ദേ വുഡ് ലിസൺ ടു സച്ച് ആൻ അഡ്വൈസ്. ഓപ്ഷൻ ഡി ആണ്. 63 ഡി ആണ്. 64ാമത്തെ എക്സ്പാൻഡ് യു പി ആണ്. അതിൻ്റെ എക്സ്പാൻഷൻ യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നാണ്. യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. അപ്പോൾ അതിൻ്റെ ആൻസർ എ ആണ്. 64 എ ആണ്. 65 ദ കോർട്ട് ഒബ്സർവ് ദ എഗ്രിമെൻറ്റ് നൾ ആൻഡ് വോയിഡ്. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ്. 65 ബി ആണ് ഉത്തരം. 66 പിക്ക് ഔട്ട് ദ വേർഡ് എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ആൻഡ് ബി സ്ട്രോങ്ലി അഗൻസ്റ്റ് അക്സെപ്റ്റഡ് ഐഡിയാസ്, ട്രഡീഷൻസ്, ഇമേജസ് എക്സെട്ര. അഗ്നോസ്റ്റിക് ആണ്. അഗ്നോസ്റ്റിക് ഡി ആണ് ആൻസർ. 66 ഡി. 67ാമത്തെ ചോദ്യം ദ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് വാസ് നോട്ട് സാറ്റിസ്ഫാക്ടറി എന്നാണ്. 67 ഓപ്ഷൻ എ ആണ്. 68ാമത്തെ ചോദ്യം ഹി ഡാഷ് 10 years ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മന്ത് എന്നാണ്. അപ്പം വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് എന്നാണ്. അപ്പോൾ 68 സി ആണ് ആൻസർ. 68 സി. 69ാമത്തെ ചോദ്യം ദ ടീച്ചർ കുഡ് നോട്ട് കീപ്പ് എവേ ബീറ്റിംഗ് ദ സ്റ്റുഡൻറ്റ് ഫോർ ഹിസ് മിസ്ബിഹേവിയർ എന്നാണ്. 69 ഡി ആണ് ആൻസർ. 69 ഡി. 70ാമത്തെ ആൻസർ ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് മൊമെൻറ്റോ. എ ആണ് ആൻസർ. ഓപ്ഷൻ എ. അപ്പോൾ 61 ഡി ആണ്. 62 എ, 63 ഡി, 64 എ, 65 ബി, 66 ഡി, 67 എ, 68 സി, 69 ഡി, 70 എ ആണ്. ഇതാണ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ. ഇനി നമുക്ക് 71 മുതൽ 80 വരെ മലയാളത്തിൻ്റെ ചോദ്യങ്ങളാണ്. ഇവിടെ മലയാളത്തിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ
ആൻസർ എന്ന് പറയുന്നത് 71ാമത്തെ ആൻസർ ഡി ആണ്. ആർക്കെ ടൈപ്പ് എന്ന് പറയുന്നതിൻ്റെ മലയാളം എന്ന് പറയുന്നത് 71 ഡി ആണ്. 72 ചെല്ലം പെരുത്താൻ ചിതലരിക്കുമെന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്തെന്നാണ്. അപ്പോൾ 72 എ ആണ് ആൻസർ. 72 എ ആണ്. 73 പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതെന്ന ചോദ്യം. അപ്പോൾ 73 വൈദ്യർ ബി ആണ് ആൻസർ. 73 ബി ആണ്. 74 കരണീ പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്. കരണിയുടെ പ്രസവം എന്നാണ്. 64 അപൂർവമായ പ്രസവം എന്നാണ്. 74 ഡി ആണ് ആൻസർ. 74 ഡി. 75 കുതിരയുടെ പര്യായമല്ലാത്തത് ഏതാ ചോദിച്ചേക്കുന്നത്. 75 എ ആണ്. നഗജമാണ്. ഓപ്ഷൻ എ 75 എ ആണ്. കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ്. 76 കൂട്ടത്തിൽ പെടാത്തത് നായകൻ നായികയാണ്. എ ആണ് ആൻസർ. 76 എ ആണ്. 77 അവൻ എന്ന പദം പിരിച്ചെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ 77 സി ആണ്. അവ അധികം ഇന്നാണ്. അധികം അന്നാണ്. 77 സി ആണ്. 77 സി ആണ്. 78ാമത്തെ ചോദ്യം ആദേശസന്ധിക്ക് ഉദാഹരണം ഏത് എന്നാണ്. 78 ബി ആണ് ഉത്തരം. 78 ബി. 79 ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക എന്നാണ്. തിദീർഷ എന്നാണ്. 79 ഡി ആണ് ആൻസർ. തരണം ചെയ്യാനുള്ള ഇച്ഛ എന്നാണ്. ഡി ആണ് ആൻസർ. 80ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഉഗ്രം അത്യുഗ്രം എന്നാണ്. അപ്പോൾ 80 ഡി ആണ് ആൻസർ. 80 ഡി. അങ്ങനെ 51 മുതൽ 80 വരെയുള്ള 30 ചോദ്യങ്ങൾ മാത്സും ഇംഗ്ലീഷും മലയാളവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. വളരെ വേഗം കിട്ടിയ ചോദ്യം വെച്ചുകൊണ്ട് ഞാനത് ആൻസർ നിങ്ങൾക്ക് അയക്കുകയാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യണം. നമുക്ക് ബാക്കി അതിൻ്റെ GK കൂടെ ഇപ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്തിരുന്നതാണ്. അപ്പം നിങ്ങൾ ഇത് കാണണം. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ഇടണം. നമുക്ക് അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.